കൂടാതെ ഇത്തവണത്തെ LGS ജോലി നേടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ എൻട്രി ആപ്പിലെ LGSന് വേണ്ടി വന്ന വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം കണ്ടന്റുകൾ ഇവിടെ ഉണ്ടെന്നും നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നും അതേപോലെ തന്നെ നിങ്ങൾ ഏത് രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ LGS നേടാമെന്നുള്ള മുഴുവൻ കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തുടക്കം തന്നെ ഞാൻ എൻട്രി ആപ്പിൽ നിങ്ങൾ 1 ഇയർ എടുത്ത ഒരു വിദ്യാർത്ഥികളാണെങ്കിൽ, അതായത് 1 ഇയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഓഫർ ഡേയിലൊക്കെ ആണെങ്കിൽ 1199 രൂപയ്ക്ക് ഒരു വർഷം നിങ്ങൾക്ക് എൻട്രി ആപ്പ് ഉപയോഗിക്കാം. അതുപോലെ ഓഫർ ഡേ അല്ലാത്തപ്പോൾ 1399, 1299 അങ്ങനെ പല റേറ്റിലായിരിക്കും വരാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക മാക്സിമം. അപ്പോൾ അങ്ങനെ നിങ്ങൾ എൻട്രി ആപ്പ് ഒരു വർഷത്തേക്ക് എടുത്ത വിദ്യാർത്ഥിയാണെങ്കിൽ ഞാൻ ഓരോ കാര്യങ്ങളും ഓരോന്നായി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ പോകുന്നത് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള വീഡിയോ ക്ലാസ്സുകളിലേക്കാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു കൃത്യമായ സ്റ്റഡി പ്ലാനാണ്. ഒരു ദിവസം എന്ത് പഠിക്കണം എന്നുള്ള കൃത്യമായ ഒരു ധാരണയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻട്രി ആപ്പിലെ LGSൻ്റെ കോഴ്സാണ്, വീഡിയോ കോഴ്സാണ്. നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, എൻട്രി ആപ്പ് ഓപ്പൺ ചെയ്യുക. എൻട്രി ആപ്പ് ഓപ്പൺ ചെയ്ത് ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതായത് കേരള PSCയിൽ 10th ലെവൽ എക്സാം 2023 നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2023 10th ലെവൽ എക്സാം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ വീഡിയോ പാക്കുകളുണ്ട്. നമുക്ക് വേണ്ടത് എന്താ, LGS മെയിൻ കോഴ്സാണ് നമുക്ക് വേണ്ടത്. നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതേപോലെ പ്ലേലിസ്റ്റുകൾ കാണാൻ കഴിയും. കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് കാണാം. ഓരോ ദിവസവും ടാസ്ക് 1, ടാസ്ക് 2, ടാസ്ക് 3 എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓരോ ദിവസം എന്താ പഠിക്കേണ്ടതെന്നുള്ള ഇവിടെ വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട്. റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളാണ്. സ്പീഡ് കൂട്ടിയിട്ട് കാണാം, കുറച്ചിട്ട് കാണാം, ക്വാളിറ്റി കൂട്ടിയിട്ട് കാണാം. ഇനി വീഡിയോ ഇല്ല, ഓഡിയോ മാത്രം മതി, അതും കാണാം. ആ വീഡിയോടൊപ്പം തന്നെ നമുക്ക് നോട്ട്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് PDF നോട്ടാണ്, ഡൗൺലോഡ് ചെയ്യാം. ഒപ്പം തന്നെ ഓരോ ദിവസത്തെയും ക്ലാസ് കഴിയുമ്പോൾ അവിടെ തന്നെ എക്സാമും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾ സംശയിച്ച് നടക്കാതെ ഈ ഒരു കോഴ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ നിലവിൽ നമ്മൾ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു ടാസ്ക് 18ഓളം 20ഓളം ടാസ്കുകൾ മുകളിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ചെന്ന് സ്റ്റാർട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് അവിടെ പഠിച്ചു വരാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് നന്നായിട്ട് പഠിച്ചു പോകാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, സിലബസ് കവർ ചെയ്ത് പോകാവുന്നതാണ്. ഇനി അത് കഴിഞ്ഞു, നമ്മൾ സ്റ്റഡി പ്ലാനിൻ്റെ കാര്യം പറഞ്ഞു, അത് നിങ്ങൾക്ക് കണ്ടു തീർക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിനി അതെല്ലാം നമുക്ക് എങ്ങനെ പഠിക്കാമെന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിലേക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ചാപ്റ്റേഴ്സ് നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങൾ പോലും എല്ലാം കടന്നു വരുന്നത് നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും LGS പരീക്ഷയ്ക്ക് റാങ്ക് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉറപ്പായും സ്കൂൾ പാഠപുസ്തകത്തെ കവർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾക്ക് എൻട്രി ആപ്പിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം? നിങ്ങൾ എൻട്രി ആപ്പിൻ്റെ ഹോം പേജിൽ തന്നെ ഇവിടെ കാണുന്നിടത്ത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക, സൈഡിലായിട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സസ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ SCERT ബേസ്ഡ് ക്ലാസ്സസ് എന്ന് കാണാം. അതിൽ നമ്മൾ കൃത്യമായി SCERT 5ാം ക്ലാസ് സോഷ്യൽ സയൻസ്, SCERT 5ാം ക്ലാസ് സയൻസ്, SCERT മാത്തമാറ്റിക്സ് 5ാം ക്ലാസ് എന്ന് പറഞ്ഞ് കറക്റ്റ് ഓർഡറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് 5 മുതൽ 10 വരെ സോഷ്യൽ സയൻസ്, സയൻസ്, മാത്സ് നമുക്ക് വേണ്ടത് ഈ 3ആണ്. അപ്പോൾ ആ 3ൻ്റെയും വീഡിയോ ക്ലാസ്സുകൾ, അതിൻ്റെ നോട്ട്സ്, അതിൻ്റെ എക്സാം അതിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും നിങ്ങൾ വേറെ പ്രത്യേകിച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ട. ഈ 1 ഇയർ എടുത്ത വിദ്യാർത്ഥിക്ക് ഈ LGSൻ്റെ കോഴ്സിനോടൊപ്പം തന്നെ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഫുള്ള് കണ്ടു തീർത്തുകൊണ്ട് SCERT ഫുള്ള് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വീഡിയോ ക്ലാസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, എക്സാം ഉണ്ട്. ഇത്രയും പോരെ? യെസ്. പക്ഷേ നമ്മൾ ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും ഫീച്ചർ വേറെ കിടക്കുകയാണ്. അതിലേക്കൂടെ പോവാം. അപ്പോൾ നമ്മൾ വീഡിയോ ക്ലാസ് കണ്ടു, കോഴ്സ് കണ്ടു, SCERT കണ്ടു, സ്കൂൾ ടെക്സ്റ്റ് കണ്ടു. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് നമുക്കറിയാം നമ്മുടെ പ്രീവിയസ് മുൻകാല ചോദ്യങ്ങളിലേക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മുൻകാല ചോദ്യങ്ങളുടെ പ്രാധാന്യം അറിയാം അല്ലേ. മുൻവർഷ ചോദ്യങ്ങൾ പരിശീലിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവാരം എന്താണെന്നും എങ്ങനെ ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ PSC ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ മുൻകാല ചോദ്യങ്ങൾ പരിശീലിച്ചാൽ മതിയാകൂ. അപ്പോൾ നമ്മളിവിടെ എൻട്രിയുടെ ഹോം പേജിൽ തന്നെ മുൻകാല ചോദ്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾ പരിശീലിക്കേണ്ടത് ഒന്ന് ഇവിടെ 7, 8 ലെവൽ PYQ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ LGS നിലവാരത്തിൽ ഇതുവരെ PSC നടത്തിയ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കിടപ്പുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റായി നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ വരെ ഉണ്ട്. അത് മുഴുവൻ നിങ്ങൾക്ക് എടുത്ത് പരിശീലിക്കാവുന്നതാണ്. ഇനി അതുകൂടാതെ നിങ്ങൾ ചെയ്യേണ്ടത് 10th ലെവൽ എടുക്കുക. 10th ലെവൽ എടുത്തിട്ട് അവിടെ PSC 10th ലെവൽ നടത്തിയ പ്രിലിംസിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇവിടെ കിടപ്പുണ്ട്. അതും നിങ്ങളെടുത്ത് പരിശീലിക്കുക. അപ്പോൾ ഈ 10th ലെവലിൽ പ്രിലിംസിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും ഒപ്പം തന്നെ 7ാം ക്ലാസ് 8ാം ക്ലാസ് ലെവലിൽ PSC ഇതുവരെ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പരിശീലിച്ചാൽ തന്നെ നിങ്ങൾക്ക് മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. തീർച്ചയായിട്ടും എല്ലാ ആഴ്ചയിലും നിങ്ങൾ 1-2 ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് എടുത്ത് പരിശീലിക്കണം. അത് ഇവിടെ നിന്നാണ് നിങ്ങളെടുത്ത് പരിശീലിക്കേണ്ടത്. ഓക്കെ, അപ്പം പ്രീവിയസും പഠിച്ചു. ഇനി നമുക്ക് വേണ്ട എന്താ, മാത്സ് വലിയ പ്രശ്നമാണ്. 20 മാർക്ക് മാത്സ് ആണ്. അപ്പോൾ ഈ കണക്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ഈ ഹോം പേജിൽ തന്നെ എക്സ്ട്രാ ക്ലാസ്സസ് എന്ന് കണ്ടോ,
അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് അധിഷ്ഠിതമായിട്ട് വിഷയാധിഷ്ഠിതമായിട്ട് വീഡിയോ ക്ലാസ്സുകൾ ഓർഡറിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മാനസിക ശേഷിയുണ്ട്, ഗണിതമുണ്ട്. മാനസിക ശേഷി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം കലണ്ടർ, ക്ലോക്ക്, കോഡിംഗ്, ഡീകോഡിങ്, വരിയും നിരയും, ദിശാബോധം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും ഇവിടെ മാത്സിന് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ക്ലാസ്സുകൾ കാണുക, കണ്ടുപഠിക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം. മറ്റേ നമ്മുടെ കോഴ്സ് ഫോളോ ചെയ്യാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ക്ലാസ് കണ്ടുപോയാലും മതി, കുഴപ്പമില്ല. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കാണാം. മാനസിക ശേഷി, അതുപോലെ ഗണിതം എടുത്തു കഴിഞ്ഞാൽ സംഖ്യകൾ, പലിശ, ലാഭനഷ്ടം, പൈപ്പും ടാങ്കും, ഹരണക്ഷമത, കണക്കിലെ കുറുക്കുവഴികൾ, മാത്സ് ട്രിക്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഹരണസാധ്യത, ലസാഗുസാഗ തുടങ്ങിയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും മാത്സിലൂടെ കിടപ്പുണ്ട്. അതെടുത്ത് പരിശീലിച്ചൂടെ? അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോ വിഷയങ്ങളിലും ഉണ്ട്. ഞാനതിൽ മാത്സ് എടുത്ത് പറഞ്ഞത് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൽ മാത്സിൽ വീക്കായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ഫോൾഡറിൽ വന്നിട്ട് ഈ ക്ലാസ്സുകൾ കണ്ട്, മാത്സ് മാത്രം ക്ലാസ്സുകൾ കണ്ടും നിങ്ങൾ ഡെയിലി പഠിച്ചു പോകാവുന്നതാണ്. ഓക്കെ ആണേ? അപ്പോൾ നമ്മൾ എക്സ്ട്രാ ക്ലാസ്സസും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് നമ്മുടെ ലൈവ് എക്സാംസിലേക്കാണ്. നമ്മൾ LGSൻ്റെ മോഡലിൽ, മാതൃകയിൽ നമ്മൾ ആഴ്ചയിൽ 3 പരീക്ഷകൾ നടത്തുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചകളിലും, ബുധനാഴ്ചകളിലും, അതേപോലെ തന്നെ വെള്ളിയാഴ്ച. ഓക്കെ, തിങ്കൾ, ബുധൻ, വെള്ളി, ഈ ആഴ്ചയിലെ 3 ദിവസവും നമ്മൾ സൗജന്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലൈവ് എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ LGS ലൈവ് എക്സാംസ് എന്ന് കാണാൻ കഴിയും. ഇപ്പം നിലവിൽ 5ഓളം പരീക്ഷകൾ ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഈ പരീക്ഷകളൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ ലൈവായിട്ട് അവിടെ ഉണ്ടാവും. അതുകൂടാതെ ലൈവ് കഴിഞ്ഞാലും ഇവിടുത്തെ ഇങ്ങനെ കിടപ്പുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഇവിടെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്. ആ LGS 2024 ലൈവ് എക്സാമിൻ്റെ അവിടെ അടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ആദ്യം തന്നെ വന്ന് കിടക്കും. അത് മാത്രമല്ല, അടുത്ത LGS എക്സാം, ലൈവ് എക്സാം എൻട്രി ആപ്പിൽ എന്നാണോ നടക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് വളരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസർ ഫ്രണ്ട്ലി അല്ലേ? ഇനി അത് കഴിഞ്ഞു, ലൈവ് എക്സാംസും കഴിഞ്ഞു. ഇനി അടുത്തൊരു ഫീച്ചറിലേക്ക് പോവാണ്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ എക്സാംസ് ആണ്. സോ സ്പെഷ്യൽ എക്സാംസിൽ കണ്ടമാനം പരീക്ഷകളുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണം പരിശീലിക്കാം. നിങ്ങൾ എല്ലാ ദിവസവും ഓരോന്നെടുത്ത് പരിശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അവിടെ സ്പെഷ്യൽ എക്സാംസിൽ നിങ്ങൾ എടുത്ത് ചെയ്യേണ്ടത്, ഒന്ന്, സുജേഷ് പുറക്കാട് സാറിൻ്റെ സ്പെഷ്യൽ എക്സാംസ്. സുജേഷ് പുറക്കാട് സാർ തയ്യാറാക്കിയ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഇനി കഴിഞ്ഞില്ല, പ്രദീപ് സാറിൻ്റെ ഉണ്ട്. പ്രദീപ് സാറിൻ്റെ സ്പെഷ്യൽ GK എക്സാംസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുത്ത് പരിശീലിക്കാം. അതും കഴിഞ്ഞില്ല, നമ്മുടെ വിശാഖ് പാവുമ്പ സാറിൻ്റെ മാത്സിൻ്റെ സ്പെഷ്യൽ എക്സാംസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അതും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സാറുമാർ തന്നെ തയ്യാറാക്കിയിട്ടുള്ള സ്പെഷ്യൽ എക്സാംസ് ഉണ്ട്. അത് നിങ്ങൾക്ക് പരിശീലിക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് പരിശീലിക്കാൻ കഴിയുന്നത് PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇവിടെ കിടപ്പുണ്ട്. ക്വസ്റ്റ്യൻ പൂള്, SCRTയുടെ ക്വസ്റ്റ്യൻ പൂൾ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വേണമെങ്കിൽ അത് പരിശീലിക്കാം. അതുപോലെ PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫേഴ്സ് ഉണ്ട്. ഇനി അതുകൂടാതെ നിങ്ങൾ ചെയ്യേണ്ടത് ഇയർ എൻഡർ 2023. നിങ്ങളത് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇയർ എൻഡർ 2023 എന്ന് പറഞ്ഞിട്ട് 2023 എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു എക്സാം പാക്ക് ഉണ്ട്. ആ എക്സാം പാക്കിൽ 2023 മെയിൻ സംഭവങ്ങളെ നമ്മൾ കൃത്യമായി തരംതിരിച്ച് റാങ്കിങ്, ചുഴലിക്കാറ്റുകൾ, സൈനിക അഭ്യാസങ്ങൾ, പുതിയ പേരുകൾ, കേരളത്തിലെ പദ്ധതികൾ, അതുപോലെ ഇന്ത്യ പദ്ധതികൾ, സയൻസ് ആൻഡ് ടെക്നോളജി, ഇങ്ങനെ തരംതിരിച്ച് അവാർഡുകൾ എന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ച് നമ്മൾ 2023 മുഴുവൻ കറണ്ട് അഫേഴ്സും ഇവിടെ എക്സാം ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കറണ്ട് അഫേഴ്സ് വന്ന് എക്സാം അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 2023 കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് തീർക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇത് വളരെ നല്ലതല്ലേ? നിങ്ങൾ കറണ്ട് അഫേഴ്സിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാതെ തന്നെ ഇവിടെ എക്സാമിലൂടെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാൻ കഴിയും. ഇനി അതല്ല, നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോസ് വേണം, 2022ലെയും 23ലെയും 24ലെയൊക്കെ കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോ ക്ലാസ് തന്നെ കണ്ടു പഠിക്കണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹോം പേജിൽ തന്നെ കറണ്ട് അഫേഴ്സ് എന്ന് പ്രത്യേക ഒരു സാധനം തന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വീഡിയോസ്. കണ്ടോ, ഫെബ്രുവരി 2024, ജനുവരി 2024 ഫുൾ കറണ്ട് അഫേഴ്സ്, ഡിസംബർ 2023, ഇങ്ങനെ നിങ്ങൾ പുറകോട്ട് പോയാൽ മതി. 2024 തൊട്ട് പുറകോട്ടുള്ള കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് കഴിയും. അതിൻ്റെ വീഡിയോ ക്ലാസ് ഉണ്ട്, അതിൻ്റെ നോട്ട്സ് ഉണ്ട്, ഇപ്പുറത്തേക്ക് വന്നാൽ എക്സാമും ഉണ്ട്. അപ്പോൾ ഡേ വൈസ് എക്സാംസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, മന്ത്ലി വൈസ് എക്സാംസ് അവൈലബിൾ ആണ്, മന്ത്ലി വൈസ് കറണ്ട് അഫേഴ്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമ്മൾ കറണ്ട് അഫേഴ്സും കഴിഞ്ഞു, നമ്മളപ്പോൾ സ്പെഷ്യൽ എക്സാംസ് കഴിഞ്ഞു, കറണ്ട് അഫേഴ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് എൻട്രി സ്പെഷ്യൽ എന്ന് പറയുന്നൊരു ഫോൾഡർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലെന്താ ഉള്ളതെന്ന് നോക്കാം. എൻട്രി സ്പെഷ്യലിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പ്രദീപ് മുഖത്തല സാറിൻ്റെ മാത്രമായിട്ടുള്ള PSC ക്യാപ്സ്യൂൾ ക്ലാസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് പ്രദീപ് സാറിൻ്റെ ക്ലാസ് മാത്രം കണ്ടാൽ മതിയായിരിക്കും. എന്ത് ചെയ്യാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രദീപ് സാറിൻ്റെ മാത്രം ക്ലാസ് കാണാം. അതുപോലെ തന്നെ സ്പെഷ്യൽ ടിപ്സുകൾ, സുജയ് സാറിൻ്റെയും എൻ്റെയും ഒക്കെ സ്പെഷ്യൽ ടിപ്സുകൾ, ട്രിക്സുകളും മെമ്മറി കോഡുകളൊക്കെ പറയുന്ന വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപോകാം. അതുകൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, മോർണിംഗ് GK എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാധനം ഇട്ടിട്ടുണ്ട്. ഈ മോർണിംഗ് GK എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ ഇത്ര ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ടീച്ചർ വരും. ഇപ്പോൾ നിലവിലിപ്പോൾ ഏകദേശം ഒരു 500ഓളം വീഡിയോസാണ് മോർണിംഗ് GKയിലുള്ളത്. 500ഓളം എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് പരിശീലിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ എക്സാം ഉണ്ട്, 10 മാർക്കിന് എക്സാം അവിടെ ഉണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു മോട്ടിവേഷൻ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഊർജ്ജമായിട്ട് നിങ്ങൾക്ക് ഈ മോർണിംഗ് GK പഠിച്ച്
തീർക്കാവുന്നതാണ്. ഇനി അത് കഴിഞ്ഞില്ല, PSC ബുള്ളറ്റിൻ സ്പെഷ്യൽ ക്ലാസ്. PSC ബുള്ളറ്റിന് ഓരോ മാസങ്ങളിലും വരുന്ന PSC ബുള്ളറ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ക്ലാസ്സുകളും എക്സാമുകളും എൻട്രി ആപ്പിൽ കയറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനൊന്നും പരസ്പരം പരതി നടക്കണ്ട, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. മാക്സിമം എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇനി കൂടാതെ തന്നെ സൂപ്പർ സൺഡേ ചലഞ്ച്, നമ്മൾ എല്ലാ ഞായറാഴ്ചകളും സൂപ്പർ സൺഡേ എക്സാമുകൾ നടത്തുന്നുണ്ട്. ഇത്ര GK പഠിക്കാനായിട്ട് തന്നിട്ട് 5 മിനിറ്റിൻ്റെ എക്സാമാണ്. അതെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഫീച്ചേഴ്സ് തന്നെ വളരെ കൂടുതലാണ്. ഇനിയും എക്സാമുകളുണ്ട്, പക്ഷേ അത് എല്ലാത്തിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാം ചിലപ്പോൾ ചെയ്ത് തീർക്കാൻ കഴിയില്ല. അപ്പോൾ ഇതെങ്കിലും കുറഞ്ഞ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രത്തോളം കണ്ടന്റുകളാണ് എൻട്രി ആപ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 1 ഇയർ എടുത്ത വിദ്യാർത്ഥികൾ ഇവിടെ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ആശങ്കയിൽ ഇനി ഇരിക്കാൻ പാടില്ല. കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻട്രി ആപ്പിലൂടെ മാക്സിമം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ ഇപ്പോഴും അന്നും ഇന്നും വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മാക്സിമം എൻട്രി ആപ്പിനെ പ്രയോജനപ്പെടുത്തുക. മാക്സിമം നിങ്ങൾ എൻട്രിയുടെ കണ്ടന്റുകളെ ചൂഷണം ചെയ്യുക എന്നാണ് ഞാൻ പല വിദ്യാർത്ഥികളും പറയാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മാക്സിമം ഇത് പ്രയോജനപ്പെടുത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. വീണ്ടും വിദ്യാർത്ഥികളോട് പറയുന്നു, ഇപ്പോഴും നിങ്ങൾക്ക് 1 ഇയർ 1199 രൂപയ്ക്കും 1299 രൂപയ്ക്കൊക്കെ ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് റാങ്കിലെത്താൻ കഴിയട്ടെ. അടുത്ത LGSൽ നിങ്ങളെല്ലാവരും സർവീസിൽ കയറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. ബൈ.